നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇസ്ലാം തീവ്രവാദികളെ നിയന്ത്രണത്തിലുള്ള യമനെ ചുട്ടരിക്കുമെന്ന് ഇസ്രയേൽ. ഹൂതികളും അൽ ഖ്വയ്ദയും ഇസ്ലാമിക് സ്റ്റേറ്റും ഉൾപ്പെട്ട വിവിധ മുസ്ലിം തീവ്രവാദികളെ നിയന്ത്രണത്തിലുള്ള യമൻ എന്ന ചെറിയ രാജ്യം ഭൂമുഖത്ത് കാണില്ലെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. യമനിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരമുള്ള സനായിൽ ഒരു സൈനിക കേന്ദ്രവും ഇന്ധന സംഭരണശാലയും 2 വൈദ്യുത നിലയങ്ങളും ഇസ്രയേൽ വ്യോമസേന കഴിഞ്ഞ ദിവസം തരിപ്പണമാക്കി. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾക്കെതിരായ വ്യോമാക്രമണങ്ങൾ നിരീക്ഷിച്ച ശേഷമാണ് യമൻ എന്ന ചെറിയ രാജ്യത്തെ ദിവസങ്ങൾക്കുള്ളിൽ ചുട്ടരിക്കുമെന്ന് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് നൽകുന്നത്. ഇസ്രയേലിനെതിരായ ആക്രമണത്തിന് ഹൂതി ഭീകരണ ഭരണകൂടം വലിയ വില നൽകേണ്ടി വരുമെന്നും അത് നൽകിക്കൊണ്ടിരിക്കുകയാണെന്ന് നെതന്യാഹു കഴിഞ്ഞ ദിവസം രാവിലെയും ആവർത്തിച്ചു. ഇസ്രയേൽ യമനിലെ ഹൂതി പ്രസിഡൻഷ്യൽ കൊട്ടാരം ഇസ്രയേൽ അപ്പാടെ നശിപ്പിച്ചു. ഇസ്രയേൽ നടത്തിയ നിരീക്ഷണത്തിൽ നേരത്തെ ഹൂതികൾ ആദ്യമായി ഇറാൻ നിർമ്മിതമായ ഒരു ക്ലസ്റ്റർ ബോംബ് വാർ ഹെഡ് മിസൈൽ ഉപയോഗിച്ചതായും കണ്ടെത്തിയ സാഹചര്യത്തിലായിരുന്നു അപ്രതീക്ഷിതമായ ആക്രമണം. ഇസ്രയേൽ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 86 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. യമൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 20-ലധികം പേർ ഗുരുതരാവസ്ഥയിലാണെന്നും റിപ്പോർട്ടുണ്ട്. ഇതിനിടെ ഗാസ സിറ്റിയിൽ ഇസ്രയേൽ ആക്രമണം അതിശക്തമായി തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണങ്ങളിൽ കുട്ടികളടക്കം 63 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഗാസ സിറ്റിയിലെ സെയ്തൂൺ, ഷെജയ്യ പട്ടണങ്ങളിൽ ഒട്ടേറെ വീടുകളും റോഡുകളും ബോംബിട്ട് തകർത്തു. ഇസ്രയേലിന്റെ പിന്തുണയോടെ ഗാസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ നടത്തുന്ന സഹായ വിതരണ കേന്ദ്രത്തിലേക്ക് പോവുകയായിരുന്ന ജനക്കൂട്ടത്തിന് നേരെയും വെടിവയ്പുണ്ടായി. ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. അതേസമയം ഗാസയിൽ പട്ടിണി മൂലം ഒരു കുട്ടി ഉൾപ്പെടെ 8 പേർ കൂടി കഴിഞ്ഞ ദിവസം മരിച്ചു. ഇതോടെ ഗാസയിൽ 115 കുട്ടികളടക്കം പട്ടിണി മരണം 289ആയി. ഗാസ സിറ്റിയിൽ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ ഓരോ ദിവസവും ഒഴിഞ്ഞു പോവുകയാണ്. ഗാസയിലെ ആകെ ജനസംഖ്യയിലെ പകുതിയോളം വരുന്ന 10 ലക്ഷം പേർ ഗാസ സിറ്റിയിലാണ് കഴിയുന്നത്. ഇസ്രയേലിലെ ഭയാനകമായ ആക്രമണത്തിൽ ജീവിതം വഴിമുട്ടിയ ലക്ഷക്കണക്കിന് പേരാണ് നഗരത്തിൽ നിന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ട ഫലസ്തീൻകാരുടെ എണ്ണം 62,622 ഉയർന്നിരിക്കുകയാണ്. ഗാസ സിറ്റിയുടെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സൈനിക നീക്കത്തിൽ ലക്ഷക്കണക്കിന് ഫലസ്തീൻകാരെയാണ് ആട്ടിപ്പായിക്കുന്നത്. ഗാസ സിറ്റിയുടെ സമീപ നഗരമായ ജബറയിൽ കൂടുതൽ ഇസ്രായേൽ സൈനിക ടാങ്കറുകൾ എത്തിയിരിക്കുകയാണ്. അസ്ദയിൽ അഭയാർത്ഥികൾ താമസിക്കുന്ന അഭയകേന്ദ്രത്തിൽ ശനിയാഴ്ചയുണ്ടായ ആക്രമണത്തിൽ മാത്രം 16 പേരായിരുന്നു കൊല്ലപ്പെട്ടത്. തെക്കൻ ഗാസയിൽ ഖാൻ യൂനിസിലെ പ്രധാന ആശുപത്രിയായ അൽ നാസറിൽ ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 5 മാധ്യമ പ്രവർത്തകരടക്കം 20 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നെതന്യാഹു പരസ്യമായി മാപ്പ് പറഞ്ഞു. മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെടാനിടയായ സംഭവത്തിൽ അങ്ങേയറ്റം വേദനയുണ്ടെന്നും പരസ്യമായി മാപ്പ് പറയുന്നുവെന്നുമാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. വിദേശ മാധ്യമ പ്രവർത്തകർക്ക് ഗാസയിൽ വിലക്കുള്ളതിനാൽ രാജ്യാന്തര വാർത്താ ഏജൻസികൾ ഗാസയിലെ ഫ്രീലാൻസ് മാധ്യമ പ്രവർത്തകരെയാണ് ആശ്രയിക്കുന്നത്. ഗാസയിലെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ 192 മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഗാസ സിറ്റി കേന്ദ്രീകരിച്ചുള്ള ബോംബ് ആക്രമണം ഇസ്രയേൽ തുടരുന്നുമുണ്ട്. ഇസ്രയേൽ ഗാസയെ ചാമ്പലാക്കുവാൻ ആയുധമൊരുക്കുകയാണ്. എല്ലാ ബന്ദികളെയും ഒരാഴ്ചയ്ക്കുള്ളിൽ മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസ നഗരം ചാമ്പലാക്കുമെന്നും കുറഞ്ഞത് 4 ലക്ഷം ഫലസ്തീനുകൾ കൊല്ലപ്പെടുമെന്നുമാണ് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകുന്നത്. ഇതിന് മുന്നൊരുക്കമായി 60,000 റിസർവ് പട്ടാളക്കാരോട് ഉടൻ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുവാൻ സജ്ജരാകണമെന്നും നെതന്യാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിച്ചാൽ മാത്രമേ ബന്ദികളെ കൈമാറാൻ തയ്യാറാകൂ എന്നാണ് ഹമാസിന്റെ വാദം. അതേസമയം ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതുവരെ ആയുധം താഴെ വയ്ക്കുവാൻ ഒരുക്കമല്ലെന്നും ഹമാസ് ആവർത്തിച്ചതോടെ ഇസ്രയേൽ അതിശക്തമായ യുദ്ധം തുടക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സൈന്യത്തിന്റെ നിന്ന് വിരമിച്ചവരോട് മടങ്ങി വരുവാനും അന്തിമ യുദ്ധത്തിന് സജ്ജരാകണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടു. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച യുദ്ധം ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. ഹമാസ് ഇസ്രയേലിൽ കടന്നുകയറി നടത്തിയ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെടുകയും 251 പേരെ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു. 1200ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. ഇതോടകം ഇരു വിഭാഗങ്ങളും തമ്മിൽ തുടർന്ന സംഘർഷത്തിൽ 62,192 പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. ബന്ദികളെ മോചിപ്പിക്കുന്നതിനൊപ്പം ഗാസ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളെല്ലാം തകർക്കും. യുദ്ധം ആരംഭിക്കുമ്പോൾ ഗാസ സിറ്റിയിൽ 7 ലക്ഷത്തോളം ജനങ്ങൾ ഉണ്ടായിരുന്നത് നിലവിൽ 4.5 ലക്ഷമായി ചുരുങ്ങിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.